ശരി, ചർച്ചകളുടെ പന്തൊക്കെ നമ്മൾ നേരെ ഡൽഹി കോർട്ടിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ബാലുവിനും മുന്നിലും ഫ്ലക്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഫ്ലക്സ് യുദ്ധം, അവിടെ ഡൽഹിയിലും ഫ്ലക്സ് മോശമൊന്നും അല്ലെന്ന് തോന്നുന്നു, അല്ലേ ബാലു? ശ്രീജ, കണ്ടോൺമെന്റ് ഹൗസിൽ നിന്നാണ് രാഹുൽ കാര്യങ്ങൾ വിശദീകരിച്ചെങ്കിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ റേസിലുള്ള KC വേണുഗോപാലിൻ്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലാണ്. ലോഡി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ KC വേണുഗോപാൽ നിലവിലുണ്ട്. ഈ KC വേണുഗോപാലിൻ്റെ വീടിന് മുന്നിലുമൊക്കെ ഈ വലിയ ഫ്ലെക്സുകൾ, അതായത് ഈ ഹിന്ദിയിൽ ഇവിടെ വരുന്ന ആർക്കും കാണാവുന്ന ഒരു ഫ്ലെക്സ് ഇപ്പോൾ കാണാം. केरल विधानसभा चुनाव की ऐतिहासिक जीत पर हार्दिक बधाई. KC വേണുഗോപാലിന്റെ ചിരിക്കുന്ന മുഖം, അതിൽ കേരളത്തിൽ നിന്നുള്ള മറ്റ് നേതാക്കളുടെ ഒന്നും ചിത്രമില്ല. ഇത് ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു നേതാവിൻ്റെ ഫ്ലെക്സാണ്. നിലവിൽ ഇവിടെ പൊതുവെ ശാന്തമാണ്. KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഉണ്ട്. ഈ സുദീർഘമായ പല ചർച്ചകൾക്കും ഇന്നും നാളെയുമൊക്കെ ഡൽഹി വേദിയാകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഏതായാലും പണ്ടൊക്കെ KC വേണുഗോപാൽ രാവിലെ പ്രഭാത നടത്തത്തിനായി പുറത്തേക്ക് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഈ പ്രഭാത നടത്തത്തിനൊന്നും പോകാറില്ല. മറിച്ച് ഈ അദ്ദേഹത്തിൻ്റെ വ്യായാമവും മറ്റും വീട്ടിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ പലപ്പോഴും ലോധി എസ്റ്റേറ്റിലൊക്കെ രാവിലെ നമ്മൾ നടക്കാൻ പോകുമ്പോൾ KC വേണുഗോപാലിനെയൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി അദ്ദേഹം ഈ പ്രഭാത നടത്തത്തിന് പുറത്തേക്ക് പോകാറില്ല. നേരത്തെ അമലും അതുപോലെ തന്നെ രാഹുലും പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രി ചർച്ചയെ സംബന്ധിച്ചുള്ള ക്ലൈമാക്സ് രംഗങ്ങൾ ഇനി ഡൽഹിയിലാണ് നടക്കേണ്ടതായി ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, അതായത് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും ഒരുപക്ഷെ സണ്ണി ജോസഫുമൊക്കെ ഇന്ന് വൈകിട്ടോ നാളെയൊക്കെ ആയിട്ട് ഡൽഹിയിലെത്തും. അവരുമായി രാഹുൽ ഗാന്ധിയും ഒരുപക്ഷെ സോണിയാഗാന്ധിയും ഒക്കെ ചർച്ച നടത്തുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കോൺഗ്രസിൻ്റെ മുതിർന്ന പല നേതാക്കളും ഡൽഹിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഈ കേരളത്തിൽ ഈ തെരുവിൽ നടക്കുന്ന ഈ സമ്മർദ്ദ തന്ത്രം അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാഴ്ത്തി ഏതെങ്കിലും ഒരു നേതാവ് തീരുമാനം എടുപ്പിച്ചു എന്ന് പറയുന്ന അത്തരം ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് ശരിയല്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. ആ സമ്മർദ്ദത്തിന് ഒരിക്കലും കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴങ്ങില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്.